നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, പമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും നിങ്ങളുടെ വിലപിടിച്ച അഭിപ്രായങ്ങളും അറിയിക്കണം. ജാതക സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിനും വിദ്യ, ഉദ്യോഗം, വിവാഹം, തൊഴിൽ മുതലായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് അറിയുന്നതിന് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം എന്നിവ അയച്ചു തരണം. ഫീസും അടയ്ക്കേണ്ടതുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് വേഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയും സഞ്ചാരകാലം കൊണ്ട് കർക്കിടക രാശിക്കൂറുകാർക്ക് കർക്കോടക പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം, ആയുല്യം ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂർ. അവർക്കുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളുമായ ഫലങ്ങളാണ്. ഇപ്പോൾ കർക്കിടകക്കൂറുകാർക്ക് ശനി ഇപ്പോൾ 8ലാണ് നിൽക്കുന്നത്. 2025 മാർച്ച് മാസം അവസാനം വരെ ഉണ്ട്. ശനി 8 നിൽക്കുന്ന കാലം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ ദോഷമാണ്. 8ൻ്റെ പണി കിട്ടുമെന്ന് പറയും. ശനി എന്ന് പറയുന്നത് മൃത്യുർ വേദിസ ദുഃഖം ശനിരിക ഗരുഡോ ദാസവൃത്യാദി ഗോപി എന്നാണ് മൃത്യു. നമുക്ക് ബന്ധുവഴിയിൽ ആൾക്കാർക്ക് മരണം മുതലായ കുഴപ്പങ്ങൾ. പ്രകൃതിയൊക്കും നമുക്കും തന്നെ പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ, ചെറിയ പനി, ചെറിയ ക്ഷീണം, ചെറിയ അസുഖം വന്നാലും പെട്ടെന്ന് നമ്മൾ മരിച്ചു പോകുമോ എന്ന് തോന്നുന്ന അവസ്ഥ. വലിയ ട്രീറ്റ്മെൻറ്റൊക്കെ വേണമെന്ന് ആശുപത്രിക്കാർ ആവശ്യപ്പെടുന്ന സമയം മരുന്നും മന്ത്രവും ചെയ്തിട്ടും നമുക്കൊരു ഗുണവും കിട്ടണില്ല എന്ന് തോന്നുന്ന വിഷമം, പേടി, ദുഃഖങ്ങൾ. ദാസന്മാരും ഭൃത്യന്മാരും, നമ്മുടെ അനുയായികൾ, തൊഴിലാളി, മുതലാളി, ബന്ധുക്കൾ, സകല ദാസന്മാരും ഭൃത്യന്മാർ തൊഴിലാളികൾ. ദാസന്മാരുടെ ഒരു പൈസയും ശമ്പളം വാങ്ങിക്കാതെ നമ്മളെ കുടുംബകാര്യവും ബന്ധുക്കളുടെ കാര്യവും നമ്മുടെ തൊഴിലും തൊഴിലാളിയും മുതലാളിയും രക്ഷിതാക്കളെ പോലെയൊക്കെ നമ്മളെ സ്നേഹിച്ച് സഹായിക്കുന്ന ആൾക്കാരാണ് ദാസന്മാർ. ഇന്ന് ദാസനും വൃത്തിനും എല്ലാവരും കോപിച്ചു പോവുകയും ആ ശനി 8 നിൽക്കുന്ന സമയം നമുക്ക് 8ൻ്റെ പണി കിട്ടും. രാജംബാ വിഫലം ഈ നഷ്ടവികലോ ശത്രുവാദി രാഷ്ട്രോ അഷ്ടമഹ എന്നാണ്. രാജംബാ വിഫലം വെച്ചാൽ ഒരു ഫലവും എനിക്ക് കിട്ടിയില്ല. ഈ നഷ്ടം കയ്യിരുന്നതും പോയി, കിട്ടാനുള്ളത് കിട്ടിയതുമില്ല, തരാനുള്ളത് തന്നതുമില്ല, കടവും കൂടാവുന്ന തരത്തിലുള്ള അവസ്ഥ. വികലൈശ്വര്യ പ്രവൃത്തിക്ക് മങ്ങൽ, ശത്രുവാദി കഷ്ടം, അഷ്ടമം വളരെ കഷ്ടമാണ്. അഷ്ടമം മരണസ്ഥാനം. നമുക്ക് ആത്മഹത്യ വരെ ചെയ്തു കളഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ജോലിയിൽ വലിയ ശമ്പളം കിട്ടണില്ല, മെച്ചം കിട്ടണില്ല. നമുക്ക് ഉള്ള ജോലി കളഞ്ഞിട്ട് വേറൊരു രാജ്യത്ത് പോയാൽ കൊള്ളാം, വേറൊരു ജോലി കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹമുള്ളവർ ഈ സമയത്ത് എടുത്ത് ചാടരുത്, കഴുത്തൊടിയും. കാരണം ശനി 8 നിൽക്കുമ്പോൾ കയ്യിരുന്നതും പോയി, കിട്ടാനുള്ളത് കിട്ടിയില്ല, തരാനുള്ളത് തരിയില്ല, കടവും കൂടെ ആവും, കള്ളക്കേസും ഒക്കെ ഉണ്ടായി ആകെ വിഷമം വരുന്ന സമയമാണ് ശനി 8 നിൽക്കുമ്പോൾ. അത് 2025 മാർച്ച് അവസാനം പെയ്തു. വേഴൻ എന്ന് പറയുന്ന ഗ്രഹം ഈ കഴിഞ്ഞ മെയ് 1 മുതൽ നമുക്ക് 11 വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ ഒരു കുരുക്കിൻ്റെ മുൻപ് ഏറ്റവും നല്ലൊരു ഭാഗ്യം നമുക്ക് കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷകളിലും മത്സരങ്ങളിലും വിജയവും ബന്ധുഗുണങ്ങളും ശാസ്ത്രീയങ്ങളും സന്താനങ്ങൾക്ക് ഐശ്വര്യവും വിദ്യയും ഉദ്യോഗവും നേട്ടങ്ങളും. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഒരു ചികിത്സ കൂടാതെ തന്നെ മക്കളുണ്ടാകാനുള്ള യോഗവും, നമുക്ക് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യോഗവും, ഭഗവാന്റെ പ്രീതി, ഗുരുക്കന്മാരുടെ പ്രീതി, അതേപോലെ എല്ലാ സമൂഹത്തിലുള്ള എല്ലാ വ്യക്തികളുടെയും സഹായം, അനുകൂലം, ബഹുമാനം ഒക്കെ നമുക്ക് കിട്ടി. വലിയ അംഗീകാരങ്ങൾ, സ്ഥാനമാനങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് ശനി 8 നിൽക്കണമെങ്കിൽ പോലും വേഴം 11 നിൽക്കുമ്പോൾ നമുക്ക് നേടി ജയിക്കാൻ പറ്റും. രാഹുവും 9ലാണ് നിൽക്കുന്നത്. ഇപ്പോൾ രാഹു 9 നിൽക്കുന്നത് നമുക്ക് നല്ലതാണ്. അടുത്ത 2025 മെയ് മാസം വരെയൊക്കെയാണ് നമുക്ക് രാഹുവിൻ്റെ മാറ്റം. അപ്പോൾ അതുകൊണ്ട് രാഹുവിൻ്റെ ഗുണവും നമുക്ക് നല്ലതുപോലെ തന്നെ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും നേട്ടങ്ങളും ഒക്കെ കിട്ടി രാഹു 9 നിൽക്കുന്നത് വളരെ നല്ലതാണ്.
പാമ്പിനെ പോലെ ഇഴഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് കുതിരയെപ്പോലെ നടക്കാൻ പറ്റുന്ന ഐശ്വര്യം അഭിവൃദ്ധിയും പുരോഗതികളൊക്കെ നമുക്ക് ഉണ്ടാവും. അങ്ങനെ വലിയ ശത്രുതയും വിരോധവും തടസ്സവും വിഷമവും ഒക്കെ മാറും. അങ്ങനെ 100% നമുക്ക് 100% ഉള്ളതിൽ എത്ര ശതമാനം നമുക്ക് ഗുണം കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിച്ച് നോക്കുക. ശനി 8 നിൽക്കുന്നത് ദോഷം, വ്യാഴം 11 നിൽക്കുന്നത് ഗുണം, രാഹു 9 നിൽക്കുന്നത് ഗുണം. അപ്പം 3-ൽ 2 ഭാഗം 66.66% നമുക്ക് നേട്ടമാണ്. 33% ദോഷമുണ്ട്. അത് നമുക്ക് മൃത്യുഞ്ജയ ഹോമം, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജ, കാലഭൈരവ പൂജ, ശാസ്താവ്, ഹനുമാൻ സ്വാമി ഇവിടെയൊക്കെ പോയി കണ്ട് പ്രാർത്ഥിച്ച് ഉള്ള ജോലി കളയാതെ ഉള്ള പ്രവൃത്തികൾ നമുക്ക് ഉറച്ചു നിൽക്കാനും പുതിയ രാജ്യങ്ങളിലും പ്രവൃത്തികളൊക്കെ ഏർപ്പെടുന്നവരും പുതിയ ബിസിനസ് കോൺട്രാക്ട് ഇതിലൊക്കെ പോകുന്നവരും വ്യാഴം 11 നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലൈസൻസ്, അംഗീകാരം, വിദ്യ, ഉദ്യോഗ നേട്ടം, നല്ല വിദ്യോഗം കിട്ടുമെങ്കിലും തടസ്സങ്ങൾ ഈ ശനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ശാസ്താവിനെ ഭജിക്കണം. മാത്രമല്ല ഐശ്വര്യ പൂജ, നവഗ്രഹ പൂജ, ശത്രുസംഹാര പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ലത് വരും. ജാതകത്തിൽ നമുക്ക് നല്ല സമയമാണെന്ന് തോന്നണമെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. ജാതകത്തിലുള്ള ഗുണങ്ങളെ കൊണ്ടും ജീവിതത്തിൽ നമുക്ക് നല്ല നേട്ടങ്ങൾ കിട്ടും. ഈ കുഴപ്പം പിടിച്ച സമയത്ത് നമ്മൾ വാഹനങ്ങൾ ഓട്ടിക്കുന്നത്, പൈസ ഇടപാടുകളെല്ലാം സൂക്ഷിക്കണം. ശനി 8 നിൽക്കുന്നത് കൊണ്ട് മൃത്യുഞ്ജയ ഹോമം ചെയ്യണം. മൃത്യുഞ്ജയ ഹവനം ഖലു സർവരുജാ ശാന്തയേ വിധേയം സ്യാത് സർവേഷു ഹവിഹോമേഷു ബ്രാഹ്മണ സൂക്തി തഥാപ്തവയ സ മൃത്യുഞ്ജയ ഹവനം ഖലു സർവരുജാ ശാന്തയേ വിധേയം സ്യാത്. മൃത്യുഞ്ജയം സർവ രോഗശാന്തികളും ഉണ്ടാക്കിത്തരുന്ന ഒരു മന്ത്രമാണ്, ഹോമമാണ്, പൂജയാണ്. അപ്പോൾ സർവ്വരോഗത്തെയും നമുക്ക് മാറ്റിത്തരും. അങ്ങനെ രോഗം എന്ന് പറയുന്നത് ഭയങ്കര ഭീഷണിയായിട്ടാണ് ഇപ്പോൾ കർക്കിടക രാശിക്കൂറുകാർക്കുള്ളത്. അപ്പോൾ ആ കർക്കിടക രോഗബാധകൾ മാറി കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിഹാരം നമ്മൾ ചെയ്യണം. തടസ്സം മാറാൻ ഗണപതി പൂജ, ഐശ്വര്യത്തിന് വേണ്ടി ഭാഗ്യസൂക്തം, ഐക്യമത്യ സൂക്തം ഇതൊക്കെ ജപിക്കുക. അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോയി അർച്ചനകളും വഴിപാടുകളൊക്കെ നടത്തുകയൊക്കെ ചെയ്യണം. അപ്പോൾ തിരക്കില്ലാത്ത അമ്പലത്തിൽ പോയി തിരുമേനിമാർ ചെയ്യും. തിരക്കിൻ്റെ ഇടയിലൊന്നും ചെയ്യാൻ പറ്റൂല, നമ്മൾ കൊടുത്തിട്ട് അവർ ചെയ്യില്ല എന്ന് വിചാരിക്കുക. കാരണം അങ്ങനെ പറ്റൂ പല സ്ഥലങ്ങളിൽ. അതുകൊണ്ട് നിങ്ങൾ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്ത് ദോഷത്തെ മാറ്റിക്കൊണ്ട് പ്രവർത്തിച്ച ശനിയുടെ വിഷമതകൾ മാറി നമുക്ക് നല്ല ഗുണങ്ങളും സമ്പത്തും സൗഭാഗ്യമൊക്കെ കിട്ടും. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും കാലഭൈരവ പൂജയും അമാവാസി പൂജയും നടത്താറുണ്ട്. കാലഭൈരവ പൂജ ഒരു കലശം പൂജിച്ച് ഭഗവാൻ അഭിഷേകം ചെയ്ത് നമ്മുടെ രോഗ ദുരിതങ്ങൾ വിഷമതകൾ മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഭക്തജനങ്ങൾക്ക് തന്നെ പൂജിച്ച കലശം വാങ്ങിച്ച് അഭിഷേകം നടത്താനുള്ള അവസരമുണ്ട്. അമാവാസി പൂജ രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, 4 മണിക്ക് യമരാജ ഹോമം, 4 മണിക്ക് യമരാജ ഹോമം, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ കലശാഭിഷേകങ്ങൾ, വിവിധ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങളൊക്കെ. അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു സാധനം നമ്മളെ പേരിനാളും വെച്ച് അഭിഷേകം ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ സമയത്തിൻ്റെ കുരുക്കുകൾ നമുക്ക് മാറി കിട്ടും. നിങ്ങൾക്കും കുടുംബത്തിനും സന്താനങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യാഭിവൃദ്ധികളും കിട്ടട്ടെ എന്ന് കാലഭൈരവ സ്വാമിയോടും പത്മനാഭ സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.